ഹോൾഡ് ചെയ്യുന്ന ഒരു മൂവി എന്ന നിലയ്ക്ക് ആ സിനിമയ്ക്കുണ്ടാവുന്ന മുന്നോട്ടുള്ള പ്രശ്നങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഒരു പരാതി നൽകുന്നില്ല എന്ന സിനിമയുടെ ഐസിയോട് ഞാൻ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിൻസി അലോഷ്യസ് ഒരു പ്രമുഖ നടനെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സിനിമാ സെറ്റിനിടയിൽ വെച്ച് ലഹരി ഉപയോഗിച്ച് തന്നോടും തന്റെ സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയെന്ന്. അപ്പൊ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ തന്നെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനുശേഷം എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആരാണ് ആ ഒരു പ്രമുഖ നടൻ എന്നായിരുന്നു. അതായത് വിൻസി കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ലഹരിക്കെതിരായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതില് വിൻസി പറയുന്നുണ്ട്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് താൻ സഹകരിക്കത്തില്ല എന്നൊക്കെ വിൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് വിൻസി സിനിമാ സെറ്റിൽ വെച്ചിട്ട് തനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ദുരനുഭവം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്. അതായത് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് എല്ലാവരുടെ മുമ്പിൽ ഒരു കൂസലും ഇല്ലാതെ വളരെ മോശപ്പെട്ട രീതിയിൽ പെരുമാറി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ള വീഡിയോ ഇടുന്നത്. അപ്പൊ എല്ലാവരുടെയും സംശയം ഇത് തന്നെയാണ്. ഇത് പ്രമുഖ നടൻ എന്ന് പറയാതെ ആളുടെ പേരെന്തുകൊണ്ട് പറയുന്നില്ല, ആരാണ് ആ നടൻ എന്ന് എല്ലാവരും തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വിൻസിയുടെ ഈ വെളിപ്പെടുത്തലുകളുടെ ആ ഒരു വീഡിയോയിൽ തന്നെ പലരും അത് ഷൈൻ ടോം ചാക്കോയാണ് എന്ന് ഊഹിച്ചിരുന്നു. ഇപ്പോ വരുന്ന ന്യൂസ് അനുസരിച്ച് ഷൈൻ ടോം ചാക്കോ തന്നെയാണ് ആ പ്രമുഖ നടൻ എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. വിൻസി അലോഷ്യസ് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതേപോലുള്ള പരാതികൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ടെങ്കിലും ഇതേപോലുള്ള ആളുകളെ വീണ്ടും സിനിമയിൽ അഭിനയിപ്പിക്കാനും അവരുടെ ഇന്റർവ്യൂകളും അവരുടെ സിനിമകളും എല്ലാം പ്രോത്സാഹിപ്പിക്കാനും ഇപ്പോഴും ആളുകളുണ്ട്. ഇതേപോലുള്ള ലഹരി കേസുകളിൽ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടന്റെ പേര് ഇതാദ്യമായിട്ടല്ല കേൾക്കുന്നത്. കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഇതേ കേസിൽ തന്നെ ഷൈൻ ടോം ചാക്കോയിനെ പോലീസ് അറസ്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കേസൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ ഇതേപോലത്തെ തന്നെ വേറൊരു കേസും വരുന്നത്. പിന്നെ ഫിലിം മേഖലയിൽ ഇങ്ങനെ ഒരു ലഹരി ഉപയോഗത്തെ കുറിച്ച് ഒരു നടി വന്ന് വെളിപ്പെടുത്തുമ്പോൾ നമ്മൾക്കാർക്കും പ്രത്യേകിച്ച് അതിശയമൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം സിനിമാ മേഖലകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പൊ സാധാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരാതി കൊടുത്തതിന് ശേഷമുള്ള വിൻസി അലോഷ്യസിന്റെ ഒരു പ്രതികരണം നമുക്കൊന്ന് കണ്ടു നോക്കാം. പരാതിയിൽ ഞാൻ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട്, ആ നടന്റെ പേരോ ആ സിനിമയുടെ പേരോ പൊതുസമൂഹത്തിന്റെ മുന്നിലും മാധ്യമത്തിന്റെ മുന്നിലും വരാൻ പാടില്ല എന്നുള്ളത്. കാരണം തെറ്റൊരാളാണ് ചെയ്തത്. ആ സിനിമ മൊത്തം അതിനുവേണ്ടി ഇപ്പം ഒരു സിനിമ ഇറങ്ങാതിരിക്കുമ്പോൾ അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ഇനിയും സിനിമകൾ ഇറങ്ങാനുണ്ടായി. അദ്ദേഹത്തിന്റെ അഭിനയം പകുതിയിൽ വെച്ച് എത്തി നിൽക്കുന്ന സിനിമകളുണ്ട്. അപ്പം ഒരാൾ കാരണം ബാക്കി എല്ലാവരും അനുഭവിക്കേണ്ടത് ശരിയാണെന്ന് എനിക്ക് നിലപാടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ റിലീസ് ചെയ്യാനുള്ള എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളത് കൊണ്ടാണ് എന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഞാൻ. അതായത് സൂത്രവാക്യം എന്ന സിനിമാ സെറ്റിലെ ഷൂട്ടിനിടയിലാണ് നടൻ ഷൈൻ ടോം ചാക്കോ ഈ വിൻസിയോടും വിൻസിയുടെ സഹപ്രവർത്തകരോടും മോശമായിട്ട് പെരുമാറിയിരിക്കുന്നത്. സിനിമാ മേഖലയിൽ നിന്നും ഒരുപാട് പേര് ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടി വേണമെന്ന് ആവശ്യമുന്നയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. വിൻസി അലോഷ്യസ് പറയുന്നത്, സെറ്റിൽ വെച്ചിട്ട് വിൻസി അലോഷ്യസിന്റെ ഒരു ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അത് ഞാൻ ശരിയാക്കി തരാം അല്ലെങ്കിൽ ഞാനും കൂടെ വരാം എന്നിങ്ങനെ പറയുന്ന ഒരു രീതിയിലായിരുന്നു ഈ ഒരു നടന്റെ പെരുമാറ്റം എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാവരും ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ നടൻ ഒരു വെളുത്ത പൊടി തുപ്പി എന്നാണ് വിൻസി പറയുന്നത്. അതായത് ഈ ഒരു നടൻ, അതായത് ഷൈൻ ടോം ചാക്കോ എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ പെരുമാറണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് നല്ല ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടാകണം. ഈ ബാക്ക് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി പെരുമാറാനൊന്നും മടിക്കും, അതും എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട്. അപ്പൊ ഒരു സിനിമാ സെറ്റില് എല്ലാവരുടെ മുമ്പിൽ എനിക്ക് എന്തുമാകാം എന്നുള്ളൊരു അഹങ്കാരം വരണം എന്നുണ്ടെങ്കിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. അതായത് നടി കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഒരു സെറ്റിൽ വന്ന് ഇത് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവമാകും എന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്യാൻ നടിക്ക് സാധിക്കത്തില്ല എന്നുള്ളത്. ഈ ഒരു സംഭവത്തിന് ശേഷം അത് സെറ്റിൽ എല്ലാവരും അറിയുകയും പരാതിപ്പെടുകയും അതേപോലെ തന്നെ സംവിധായകൻ പോയി ഇയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു സിനിമ പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും പറഞ്ഞതിന് ശേഷം
ഈ ഒരു സിനിമയിലെ മറ്റുള്ള ആൾക്കാരുടെ കാര്യം കൂടി ആലോചിച്ചതിന് ശേഷമാണ് വിൻസി അലോഷ്യസ് ഈ ഒരു സിനിമ പൂർത്തീകരിക്കാനായിട്ട് അവിടെ നിന്നത് എന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും സിനിമാ സെറ്റില് തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം വളരെ ധൈര്യത്തോടെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് വന്നിരിക്കുകയാണ് വിൻസി അലോഷ്യസ്. ആദ്യത്തെ വീഡിയോ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രമുഖ നടൻ എന്ന് മാത്രം പറയുന്നു, പേര് പറയാനായില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ചെയ്യുന്നത് എന്ന്. അപ്പം അതിനുശേഷം ഇപ്പോൾ ആരാണ് ആ നടൻ, ഏത് സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇനി ഈ നടന് എന്താണ് ശിക്ഷ വരുന്നത്, അല്ലെങ്കിൽ ഈ നടനെതിരെ എന്ത് നിയമ നടപടിയാണ് എടുക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.